എന്ന മഹാരാജ്യത്തിന്റെ ഏത് പ്രദേശത്തിന്റെ ഭൂപ്രകൃതി പരിശോധിച്ചാലും അവയിലെല്ലാം ഒളിഞ്ഞുകിടക്കുന്ന വലിയ പടുകൂറ്റൻ മരങ്ങളാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ. വാർഡ് തലത്തിലായാലും ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അവരുടെ ഒരു കയ്യൊപ്പ് എല്ലാ മേഖലയിലും എത്തിയിരിക്കും. ജനപ്രതിനിധികളിലൂടെ ഞങ്ങളും എന്ന പ്രോഗ്രാമിൽ വ്യത്യസ്തമായ കാരുണ്യ പ്രവർത്തനത്തിലൂടെയും ഓരോ മനുഷ്യന്റെയും മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ ഇടപെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതും അതോടൊപ്പം ആ സ്ഥലത്തിന്റെ വികസന പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ കഴിവുറ്റ ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ. VMTV ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജനപ്രതിനിധികളിലൂടെ ഞങ്ങളും എന്നുള്ള ഈ ഒരു എപ്പിസോഡിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹസ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള K. ആൻസലൻ സാറാണ്. അദ്ദേഹം ഈ ഒരു മണ്ഡലത്തിൽ നടത്തി വരുന്ന വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് തരത്തിലുള്ള മറ്റു ചില കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്ന് ജനപ്രതിനിധികളിലൂടെ ഞങ്ങളും എന്നുള്ള ഈ ഒരു പ്രോഗ്രാം വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം സാർ. സാർ 2016 നെയ്യാറ്റിൻകര എന്നുള്ള ഈ ഒരു മണ്ഡലത്തിൽ സാർ MLA ആയിട്ട് മത്സരിച്ച് പദവിയിലേക്ക് വരുന്നത്. സാറിൻ്റെ ഈ ഒരു മണ്ഡലത്തെക്കുറിച്ച്, നെയ്യാറ്റിൻകര എന്നുള്ള ഈ ഒരു മണ്ഡലത്തെക്കുറിച്ച് എന്താണ് സാറിന് ആദ്യമായിട്ട് പറയാനുള്ളത്? നെയ്യാറ്റിൻകര മണ്ഡലം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള മണ്ഡലമാണ്. 140ാമത്തെ മണ്ഡലമാണ്. ഒരുപാട് സവിശേഷതകളും പ്രത്യേകതയുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിവയ്പ്പിൽ 8 ആളുകൾ പിടഞ്ഞു മരിച്ച ഭൂമിയാണ് നെയ്യാറ്റിൻകര. അതുകൂടാതെ പത്രപ്രവർത്തനം, ഇന്നത്തെ പത്രപ്രവർത്തനവും പണ്ടത്തെ പത്രപ്രവർത്തനവും ഒരുപാട് വെല്ലുവിളികൾ നടന്നതാണ്. ഇന്നത്തെ പത്രപ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായി പത്രപ്രവർത്തനത്തിനൊരു വ്യക്തത ഉണ്ടാക്കിയ മഹാനായിട്ടുള്ള സതീശോമൻ രാമകൃഷ്ണയുടെ ജന്മസ്ഥലം കൂടിയാണ് നെയ്യാറ്റിൻകര. രാജാവ് തെറ്റ് ചെയ്താൽ മാത്രമല്ല, ദൈവം തെറ്റിയാലും ഞാൻ ചോദ്യം ചെയ്യുമെന്ന് ഉറച്ചു നിൽക്കുകയും തൻ്റെ അഭിപ്രായങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നാടുകടത്തുമെന്ന് അറിയാമെന്നിരുന്നിട്ടും തൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇന്നത്തെ വൃത്താന്ത പത്രപ്രവർത്തനത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ളതാണ് സതീശോമൻ രാമകൃഷ്ണൻ. മലയാളത്തിലെ പ്രിയപ്പെട്ട കവിത്രി സുഗതകുമാരിയുടെ ജന്മസ്ഥലം കൂടിയാണ് നെയ്യാറ്റിൻകര. അവരുടെ പിതാവ് ബോധേശ്വരൻ സ്വാതന്ത്ര്യദിന ഗീതങ്ങൾ രചിച്ച നാടാണ് നമ്മുടെ നാട്. കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത ശിവപ്രതിഷ്ഠ നടന്ന 1888 നെയ്യാറ്റിൻകര മണ്ഡലവുമായി ചേർന്ന ഈ പ്രദേശത്താണ്. അയ്യങ്കാളിയും ഇതിൻ്റെ സമീപത്താണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടന്ന ആറാലുമൂടും ഈ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെയും ചരിത്ര പശ്ചാത്തലങ്ങളുടെയും ഒരു വിശിഷ്ടമായിട്ടുള്ളൊരു ഭൂപ്രദേശം കൂടി എന്നുള്ള പ്രത്യേകത നെയ്യാറ്റിൻകരയ്ക്കുണ്ട്. അതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നെയ്യാറ്റിൻകര നഗരസഭാ പ്രദേശവും 5 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലത്തിൻ്റെ ഭൂപ്രകൃതി. അതിൽ തീരദേശം ഉൾപ്പെടുന്നുണ്ട്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശമുള്ള പൊഴിയൂർ കൊല്ലങ്കോട് പ്രദേശം തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കെടുക്കുന്ന തീരപ്രദേശവും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ മണ്ഡലത്തിലെ തെക്ക് ഭാഗം കുറേ പ്രദേശം തമിഴ്നാടുമായി ചേർന്ന് പോകുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച്
ചെങ്കവള, ഊരമ്പ്, ചൂഴാൽ തുടങ്ങിയിട്ടുള്ള ഭൂപ്രദേശങ്ങൾ തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്നതാണ്. അതുമാത്രമല്ല പഴയ തമിഴ് ഭാഷയുടെ ഒരു പരിച്ഛേദമായിട്ടുള്ള സംഭാഷണ രീതികൾ ഒട്ടനവധിയുള്ള ഒരു പ്രദേശം എന്ന പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും ഇടത്തരം കൃഷിക്കാരും നിർമ്മാണ തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും പരമ്പരാഗതമായിട്ടുള്ള നെയ്ത്ത് തൊഴിലാളികളും ഇഷ്ടിക തൊഴിലാളികളും ഒക്കെ ഇവിടുന്ന ആളുകളും കർഷകരും ഒക്കെ ഉൾപ്പെടുന്നൊരു പ്രദേശമാണ്. പ്രദേശത്ത് നഗരവൽക്കരണം അതിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സവിശേഷതയും നെയ്യാറ്റിൻകര ടൗൺ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നുള്ള പ്രത്യേകതയുള്ള പ്രദേശമാണ്. ഇവിടെ ഒരുപാട് ആവശ്യകതകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഒന്ന്, കുടിവെള്ള പ്രശ്നം ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ നിലവിലെ ജലസ്രോതസ്സുകളുടെ വെള്ളത്തിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെയെല്ലാം തന്നെ കോളിഫോം ബാക്ടീരിയയുടെ അംശങ്ങളുണ്ട് എന്നാണ് റിസൾട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ശുദ്ധജലം പൂർണ്ണമായി ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതിനാവശ്യമായ 2 പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടുകൂടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭിക്കുകയുണ്ടായി. ഒന്ന്, 89 കോടി രൂപയുടെ കാരോട് കുടിവെള്ള പദ്ധതി. കാരോട് പഞ്ചായത്ത്, കുളത്തൂർ, ചെങ്കൽ പഞ്ചായത്തുകൾക്ക് സമഗ്രമായ കുടിവെള്ള പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ആവശ്യമായ 2 ഏക്കറിലധികം വരുന്ന ഭൂമി പൊന്മുളയിൽ സ്ഥലമേറ്റെടുത്ത് വാട്ടർ അതോറിറ്റി പ്രോജക്റ്റ് അതിന് കൈമാറി അതിൻ്റെ മറ്റ് കമ്പോൺമെൻറ്റിനാവശ്യമായിട്ടുള്ള നടപടികൾ, ടെൻഡർ നടപടികളിലേക്ക് ഇപ്പോൾ അവർ പോയിട്ടുണ്ട്. ആ ടെൻഡർ നടപടികളിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് എബോ കോട്ടയതിൻ്റെ ഭാഗമായിട്ട് റീടെൻഡറുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു മാസത്തിനകത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ആദ്യം 2016 സാർ ഈ ഒരു MLA സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇപ്പോഴിതാ 2ാമത്തെ തവണയും സാറ് തന്നെയാണ് MLA ആയിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സാറ് ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഫലം തന്നെയായിരിക്കാം ഈ ഒരു 2ാമതുള്ള ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ 2ാമതും MLA ആയിട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ഈ നാട്ടുകാരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ, അതായത് നെയ്യാറ്റിൻകര ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് സാറ് വച്ചിരുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ സാർ ഈ ഒരു ഇലക്ഷൻ സമയത്ത് വച്ചിരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയായിരുന്നു? ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ്. 2, കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. 3, ഗതാഗത സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലാണ്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ്. ഇത് ആ കാര്യങ്ങളാണ് പ്രധാനമായി ഫേസ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളും ഉയർന്നു വന്ന ആവശ്യകതയും തീർച്ചയായും ഇത്തരം വിഷയങ്ങളായി. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സ്കൂളുകളുടെ എല്ലാം സ്ഥിതി വളരെയേറെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. നല്ല സ്കൂൾ കെട്ടിടങ്ങളുടെ അപര്യാപ്തത, സർക്കാർ പള്ളിക്കൂടങ്ങൾ പൊതുവിൽ മോശമാണെന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികളുടെ ഒഴുക്ക്, പൊതുജനത്തിന് സർക്കാർ സ്കൂളുകളോടുള്ള മതിപ്പില്ലായ്മ, ഇത്തരം പ്രശ്നങ്ങൾ പൊതുവിൽ കേരളത്തിൽ ബാധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ അത്തരം പ്രശ്നമുണ്ടായി. എന്നാൽ അത് പരിഹരിക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ അനുഷ്ഠാനത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് ഭാഗമായിട്ട് തന്നെ ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ ഓരോ സ്കൂളിലും പുതുതായി വന്ന് ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് പറയാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. 300-400 കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ 1000-ലധികം കുട്ടികളായി സർക്കാർ സ്കൂളുകളെ സാധാരണക്കാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വലിയ മതിപ്പുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള യാത്രാ സൗകര്യത്തിന് ബസ് MLA കൊണ്ട് അനുവദിച്ചുകൊണ്ട് തന്നെ 14 സ്കൂളുകൾക്ക് ബസ് കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും 9 സ്കൂളുകൾക്ക് ബസ്സിനുള്ള ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. 2ാമത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നെയ്യാറ്റിൻകരയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെ വലിയൊരു ഭാഗവും എത്തിച്ചേരുന്നത് ഈ നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളാണ്. തൊട്ടടുത്ത കന്യാകുമാരി ജില്ലയിലെ സാധാരണക്കാരായ ആളുകൾ പോലും ആശ്രയിക്കുന്നത് നെയ്യാറ്റിൻകരയിലെ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലുകളാണ്. ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലുണ്ടാകണം. 2, അധികം ഡോക്ടർമാരുണ്ടാകണം. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. അതിലേറ്റവും നന്നായിട്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന സർക്കാർ ആശുപത്രി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രത്യേകത. ഒരു ദിവസം 50 രോഗികൾക്ക് ഡയാലിസിസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്.
വരുന്ന ഒരു മാസത്തിനകത്ത് തന്നെ വീണ്ടും ഒരു 25 പേർക്കുള്ള ഒരു ഷിഫ്റ്റിൽ വെച്ച് 75 ആളുകൾക്ക് നിത്യേന ഡയാലിസിന് വിധേയമാക്കാൻ കഴിയുന്ന അതും ചെറിയ ചിലവ് 475 രൂപയാണ് BPLകാർക്ക്, 620 രൂപയാണ് APLകാർക്ക്. ചെറിയ കാശിന് സാധാരണക്കാർക്ക് അവിടെ ആരോഗ്യ പരിരക്ഷണത്തിന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലബോറട്ടറി സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, മെറ്റേണിറ്റി വാർഡ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പേ വാർഡ് MLA ഫണ്ടിൽ തന്നെ പേ വാർഡ് ഒരു നില പേ വാർഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ നിലയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ പരിമിതമായ കാര്യങ്ങളിൽ ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയുടെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ഏക്കർ ഭൂമി ആശുപത്രിയുടെ പിൻഭാഗത്ത് എടുക്കുന്നതിന് വേണ്ടിയുള്ള കൺസെഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 80 CHSE ആണ് മറ്റൊരു ആശുപത്രി. അവിടെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ 1.5 കോടിയിലേക്ക് പുതിയ ഒപ്റ്റിമം നിർമ്മിച്ചു കൊടുത്തു. ഇപ്പോൾ 1,70,00,000 രൂപയ്ക്ക് 10 കിടക്കുള്ള ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ 6 PHSEകളും ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ പ്രവർത്തനം ആയുർവേദ, ഹോമിയോ, സിദ്ധ ആശുപത്രികളുടെയും മെച്ചപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യരംഗത്തുണ്ടായിരുന്ന പരിതാപരാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. 26 കോടി രൂപ കൃഷിയിൽ നിന്ന് അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തി ഏകദേശം 80% പൂർത്തീകരിക്കപ്പെട്ടു. ജൂലൈ മാസം അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം മുമ്പ് അത് കമ്മീഷൻ ചെയ്യും. അതോടുകൂടി അരിയന്നൂർ കോട്ടുകാൽ പഞ്ചായത്തിലെ സമഗ്രമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പിന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷൻ്റെ എല്ലാ വീടുകളിലും കണക്ഷൻ എത്തിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നല്ല ദ്രുതഗതിയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിൽ 1-2 പഞ്ചായത്തിലാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ചെങ്കൽ അതുപോലെ തന്നെ തിരുപുറം, അരിയന്നൂർ പഞ്ചായത്തുകൾ അതിൻ്റെ പ്രവൃത്തികൾ ഏകദേശം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി കഴിയും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം റോഡുകളുടെ അവസ്ഥ വളരെ മോശപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പ്രധാനമായും PW റോഡുകളെല്ലാം നേരിട്ടിരുന്നത്. വലിയ കട്ടറുകളും വലിയ പ്രയാസം നേരിടുന്ന റോഡുകൾ BNBC നിലവാരത്തിലേക്ക് എല്ലാ റോഡുകളും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 റോഡുകൾ മാത്രമാണ് BNBC നിലവാരത്തിലേക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ BNBC നിലവാരത്തിലേക്ക് വന്നാൽ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ എല്ലാ PW റോഡുകളും BNBC നിലവാരത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. പിന്നെ നെയ്യാർ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലത്തിന് നടുക്കെ പോകുന്നൊരു ആറാണ്. നെയ്യാറിന് കുറുകെയുള്ള യാത്രാ പ്രശ്നം വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൽ 2 പാലങ്ങൾ നെയ്യാറ്റിൻകര ടൗണിലെ കോടതിയുമായി ബന്ധപ്പെടുന്ന കഞ്ഞിപ്പുറം പാലം അതിൻ്റെ ഭൂമി ഏറ്റെടുക്കാൻ നടപടികളിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ടെൻഡർ നടപടികൾ ഓഗസ്റ്റ് മാസം കൊണ്ട് പൂർത്തീകരിച്ച നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ആയയിൽ മുളറോട പാലം തിരുവനന്തപുരം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടുന്ന മുളറോട പാലത്തിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അധികം നടക്കുകയാണ്. പൊടിയൂർ പാലം നമുക്കറിയാം 1970 സത്യനേശൻ MLA ആയിരുന്നപ്പോൾ സ്ഥാപിക്കപ്പെട്ട പാലമാണ്. വലിയ ചെറിയൊരു പാലമാണ്. ട്രാൻസ്പോർട്ട് ബസ് കടന്നുപോയാൽ മറ്റ് വാഹനങ്ങളിൽ പോകാൻ കഴിയില്ല. അപ്പോൾ അത് തന്നെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടിയിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാത്രാ സൗകര്യങ്ങളുടെയും കണക്ടിവിറ്റിയും വലിയ തോതിൽ മാറിയിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ 10-30 വരുന്ന കനാലുകൾക്ക് കുറുകെയുള്ള പാലങ്ങൾ സാധാരണ ആളുകൾ പോസ്റ്റും തടിയും തെങ്ങും തടിയെല്ലാം ഉപയോഗപ്പെടുത്തി സർക്കസിലെ അഭ്യാസികളെ പോലെ കുട്ടികളും വൃദ്ധരും അടക്കം നടന്നു പോകുന്ന ഒരു ഗതികേട് നമ്മുടെ ഇടതുകര വലതുകര കനാലുകളിൽ ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ കനാലുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ആവശ്യമായ ഇടത്ത് പാലങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും 10-13 പാലങ്ങളുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് നെയ്യാറ്റിൻകര സബ്സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ വൈദ്യുതി പ്രശ്നത്തിനകത്ത് ഇപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒട്ടൈക്ഷേമവും മറ്റ് പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സഫിഷ്യൻ്റായി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പ്രദേശവും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ കാർഷിക മേഖലയിലെ ഇടപെടലാണ്. കാർഷിക മേഖലയിൽ നമുക്ക് സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിലെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ മണ്ഡലത്തിലെ ചെങ്കൽ പഞ്ചായത്താണ്. നെൽകൃഷി ഏറ്റവും കൂടുതൽ പാടശേഖരം കേരമാനം പാടശേഖരം ചെയ്യുന്നവരാണ്. വ്ളാത്താങ്കര ചീര എന്ന് പറയുന്ന ചുവപ്പ് ചീര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചീര കൃഷിയുടെ പ്രാധാന്യമുണ്ട്. മറ്റ് പച്ചക്കറി കൃഷികളെല്ലാം തന്നെ ഫലപ്രദമായി നടത്തുന്നുണ്ട്. മാർക്കറ്റുകളുടെ നവീകരണത്തിന് വേണ്ടി ഉദ്യമങ്ങള മാർക്കറ്റിന് 2 കോടി രൂപയും ആറാലൂർ മാർക്കറ്റിന് 1 കോടി രൂപയും പ്രത്യേക ഫണ്ട് വഴി അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ആറാലൂടെ അതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റുകളുടെ നവീകരണം അടക്കമുള്ള ഇത് ഈ ഇരിക്കുന്ന ഓഫീസിരിക്കുന്നത് ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ്. ഈ ഫിഷ് മാർക്കറ്റ് പഴക്കം നിന്നാണ്. അപ്പോൾ ഇവിടെ ഫിഷ് മാർക്കറ്റ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് 5.5 കോടി രൂപ കിഫ്ബിയുടെ ധനസഹായം ലഭിച്ചിട്ടുണ്ട്. അതും നടപടിയിലോട്ട് പോയിട്ടുണ്ട്.
അപ്പം കൃഷിയിലെ കാര്യത്തിൽ നമുക്ക് കാര്യമായ പുരോഗതി വരാൻ വേണ്ടി കഴിയും. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്, മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.